നീ ഒന്ന് തിരിഞ്ഞേ. ഇതാരുടെ ഫോണാ? ഫോണോ? ഇതാരാടാ വിളിക്കുന്നേ? ഓ, മാല പിടിച്ചോണ്ട് പോയപ്പോ ആരോ തലക്കിട്ട് എറിഞ്ഞാന്ന് തോന്നുന്നു. ഏത് മഹിമയാണല്ലോ ഫോണിൽ. ഓഫ് ചെയ്യടാ അത്. അയ്യോടാ, സിഗ്നൽ കട്ടായി പോയടാ. ഒരു സൈഡ് വെക്കടാ. ഇതെടുത്താ സൈഡിലോട്ട് വെക്ക്. ലാസ്റ്റ് സിഗ്നൽ കാണിച്ച സ്ഥലം ഒരു ബിരിയാണി കട. അതിന്റെ അടുത്ത ജംഗ്ഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഗൈസ്, 4 ഡയറക്ഷനിൽ നമ്മളെ താണ്ടി ഇവർ പോയിട്ടില്ല. ഗാന്ധിനഗർ സ്ട്രീറ്റിനും മെയിൻ ബ്രിഡ്ജിനും ഇടയ്ക്കാണ് അവരുള്ളത്. കൂടിപ്പോയ ഒരു 15 സ്ട്രീറ്റ് കാണും. ഒരു സ്ഥലം പോലും മിസ്സാകരുത്. ഓക്കെ. അത് നോക്ക്. ഇത് നോക്കാം. അതെടാ, ഇത് തന്നെ. മിത്ര, പോസ്റ്റർ ഞങ്ങൾ കണ്ടു. ഇവിടെ അടുത്ത് തന്നെയാടാ. മണിയോട് വരാം. എവിടാടാ? നിക്ക്, ഞാൻ താഴേക്ക് വരാം. ആ പ്രശ്നം ഉണ്ടാക്കിയ 2 പേര് ഇവിടെ തന്നെയുണ്ട്. അത് മാത്രമല്ല, വേറെ ഒരുപാട് പേരുണ്ട്. നിക്കടാ, ഞാൻ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. സിഗ്നലും കിട്ടുന്നില്ല. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടോ? പറയണ, ചോദിച്ചു കേട്ടില്ലേ? പറയുന്നതോ അതോ ഇല്ല? സൂരജ്, ഹറാമി. ജീവൻ എന്ന് പറയുന്നത് നിനക്ക് സാധാരണ കാര്യമല്ലടാ. സൂപ്പറടാ, അടിപൊളിടാ. 2 മാസമായി കൊച്ചിയിൽ നടന്ന എല്ലാ മാലമോഷണ കേസിന് പിന്നിലും ഞങ്ങൾ തന്നെയാണ്. ഇന്ന് അങ്ങനെ നടന്നൊരു മോഷണ ശ്രമത്തിനിടയിൽ ഞങ്ങൾക്കൊരാളെ കൊല്ലേണ്ടി വന്നു. ഹലോ, ഫോൺ ചെയ്ത് എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി പോയി. അവർക്കിപ്പോ എങ്ങനെയുണ്ട്? ഹസ്ബൻഡിനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ഗുളിക കൊടുത്ത ആളെ ഉറക്കി കിടത്തിയിരിക്കുക. ശരി, ഹലോ, ഇവന്റെ ഒരു കാര്യം. പൊക്കോ സാർ, അകത്തേക്ക് പൊക്കോ. വാടാളിയ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടാ. എടാ, വലത് കാലം വെച്ച് അകത്തേക്ക് പറഞ്ഞേ. എന്താടാ, അവൻ മര്യാദക്കല്ലേ കാലം വെച്ചത്? നീ എന്തിനാ അവനെ കൺഫ്യൂസ് ചെയ്തത്? വാളിയ, വാ, കം കം. വരണം. ഫ്രണ്ടിന്റെ മുത്തശ്ശിയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മച്ചാ, പാട്ടി നിന്നെ വെച്ചോണ്ടിരിക്കാൻ പോകുന്നു പറഞ്ഞു കേട്ടാ. നിനക്ക് എങ്കയോ പെരിയ മറുകുണ്ട്. എന്താടാ ഇത്? നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നു, അവര് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു. വെച്ചിട്ടുണ്ട് ഞാൻ. മുത്തശ്ശി, എടാ മിത്ര, നിക്കവിടെ. ഇതൊരു ഫ്രണ്ടിന്റെ വീട് പോലെ തോന്നുന്നില്ലല്ലോ. ഓ, ഇവിടെ എത്തിയോ? മൈ ബോയ് ഫ്രണ്ട്. എത്ര തല്ലുകൊണ്ടാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെ എടുക്കും.
എന്നിട്ടൊരു കുത്ത്. ഇങ്ങനെയൊക്കെ കുത്തി എന്റെ ദേഷ്യം തീർത്തില്ലായിരുന്നെങ്കിൽ എന്നെ നേരിട്ട് നിന്നെ കുത്തിയനെ. മതി മതി, ഇതെന്റെ പ്രൈവറ്റ് ഏരിയ, വാ പോവാ. എടാ എന്തിനാണ് എന്നെ നുണ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്നാ എല്ലാരും കേട്ടോ, എനിക്കിവനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞതുകൊണ്ട് മാത്ര 6 മാസം അവന്റെ മുമ്പിൽ പോലും വരാഞ്ഞത്. ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നറിയാനാ വന്നത്. വന്നു നോക്കിയപ്പോ ഇവിടെ എല്ലാരും രാത്രിയായി എങ്ങോട്ടോ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവനാണെങ്കിൽ തനിച്ചു പോയി ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു. എന്താ തനിച്ചോ? തനിച്ചു പോകുന്നെന്നോ? ഞങ്ങളെല്ലാം എപ്പോഴും ഒരുമിച്ചാണല്ലോ ഇരിക്കാറുള്ളത്. ഇത് കൊള്ളാം, നല്ല കഥ. ഇവൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞില്ലേ? അവനോട് തന്നെ ചോദിക്ക്. മിത്ര, സത്യമാണേ കേട്ടെ, ഞങ്ങളില്ലാതെ നീ തനിച്ചു പോകാറുണ്ടോ? എടാ നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറ. നിങ്ങളുടെ ചോദ്യത്തിൽ ന്യായമുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കെന്ന് പറഞ്ഞ ചില തീരുമാനങ്ങളുണ്ട്. അതൊന്നും ആരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. എടാ മിത്ര, മിത്ര, എടാ. ഡാ. ഹോം മിനിസ്റ്റർ വന്ന ഉടൻ പുതിയ കെട്ടിടം കാണണമെന്ന് അത് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്ത് കഴിഞ്ഞു സർ. ट्रूप सलामी चालू करेंगे, चालू कर। എന്താണ്? എന്താടാ വിളിച്ചായിരുന്നോ? വിളിച്ചോന്നോ? ഡാ, 4 ദിവസം മുമ്പ് നമ്മുടെ കൺമുമ്പിൽ ഒരാളെ കൊന്നവനല്ലേ അവൻ. നമ്മുടെ ജീവൻ പണയം വെച്ചല്ലേ അവനെ പിടിച്ചു കൊടുത്തേ. അവൻ കൂളായിട്ട് ക്യാമ്പസിൽ വന്ന കണ്ടില്ലേ? എന്താടാ ഇതൊക്കെ? കൈ നിവർത്തി അടിക്കേണ്ട സല്യൂട്ടാണ്. അവനെ ഭയന്ന് ഈ കൈ കൊണ്ട് എന്റെ മുഖം മറയ്ക്കാൻ എനിക്ക് തോന്നിയത്. അതെല്ലാം പോട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും നടക്കാത്ത പോലെ നിന്റെ ഈ നിപ്പില്ലേ, അത് കാണുമ്പോഴാണ് എനിക്ക് അടിമുടി ചൊറിഞ്ഞു കയറുന്നത്. പറയൂ മഹി. ഞാനൊന്ന് പുറത്തു പോവാ, നിങ്ങൾ വരുന്നോ? ഡാ, നീ എന്താ തമാശ പറയാ? നീ എല്ലാ കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ വരുമെന്ന് ഓർക്കണ്ട. അതെ, നീ പറയാതെ ഞങ്ങൾ വരില്ല. മാല പൊട്ടിച്ചപ്പോൾ രാമനാഥൻ എന്നൊരാൾ മരിച്ചില്ലേ? അയാളുടെ വൈഫ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച്? അന്ന് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞത്? എന്റെ സാക്ഷി പോരെന്ന്. അവര് ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നോണ്ട് കോടതിയിൽ ഇങ്ങനെ പറയാ. ഞാൻ ആളെ ശരിക്കും കണ്ടിട്ടില്ലെന്ന് മോനെ. കോടതി അവനെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോ അവനൊരു നോട്ട് തന്നെ നോക്കി മോനെ. അവിടെ വെച്ച് തന്നെ എന്റെ ജീവൻ പോയതുപോലെയായി. ചുറ്റും നിന്ന പോലീസോ വക്കീലോ സഹായത്തിന് പോലും എത്തിയില്ല. ഇങ്ങനെയുള്ള ഈ നശിച്ച നാട്ടില് ഞാൻ എന്തിനാ മോനെ ജീവിക്കുന്നത്? പറ. എന്തൊരു ജീവിതമാണ് ഇത്! ഒരു സത്യമായ കേസ് തീർപ്പാക്കാൻ വേണ്ടി 40 വർഷമാകുന്നു. എന്നാൽ ഇവിടെ ഒരു കള്ളക്കേസിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് ഒരുത്തൻ 4 ദിവസം കൊണ്ട് പുറത്തു വരുന്നു. ഛേ! ഇതെല്ലാം കണ്ടിട്ട് എന്തു മനസ്സ് വെച്ചിട്ടാണ് ആ ക്യാമ്പസിൽ കയറി ഇനിയും ഉണ്ടാക്കാൻ പോകുന്നത്? എന്തു പറഞ്ഞാലും മറുപടി എന്താ പറയാത്തെ? എവിടാ തനിച്ചു പോകുന്നത് ചോദിച്ചാലും ഒന്നും പറയില്ല. നിന്റെ ലവർ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുക, അവള് ചോദിച്ചാലും മിണ്ടില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നില്ലേ? അതെല്ലാം കണ്ടിട്ട് കുത്തുകല് പോലെ നിന്നാലെങ്ങനാ? എന്തിന്റെ അസുഖമാടാ നിനക്ക്? അത് തന്നെയാടാ, എനിക്ക് അസുഖമാ. ഇപ്പൊ പോലും നീ എന്നോട് പറയുന്നൊന്നും ചെവി കൊള്ളാതെ നിന്റെ പിന്നിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ അസുഖമാടാ എനിക്ക്. കണ്ടില്ലേ, 2 മിനിറ്റ് മുമ്പേ ആംബുലൻസിന്റെ ഡ്രൈവർ എവിടെയോ ആക്സിഡന്റായി മരണത്തിന് പോരാടിക്കൊണ്ടിരുന്നവനെ 300 രൂപ കമ്മീഷന് വേണ്ടി 3 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താണ്ടി ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്നത് എൻ്റെ കണ്ണിൽ കണ്ടില്ലേ? ആ അസുഖമാടാ എനിക്ക്. എന്തോ നമ്മൾ പിടിച്ചു കൊടുത്ത ഒരുത്തം പുറത്തു വന്നപ്പോൾ നിങ്ങളൊക്കെ ഇത്രയ്ക്കും ഫീൽ ചെയ്യുന്നല്ലോ. ഇതുവരെ നമ്മൾ പിടിച്ചു കൊടുത്ത 32 പേരും പുറത്തു തന്നെയാടാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ദൂരം പണതെല്ലാം വേസ്റ്റ് അല്ലേ? ഒരംശം പോലും വേസ്റ്റ് അവനടാ. ഇതാണ് ഞാൻ 10 വർഷമായി ജീവിക്കുന്ന വീട്, എൻ്റെ ലോകം.
ഇവിടെ എന്നെ ഒഴിച്ച് മറ്റാരും ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ശത്രു ആരാണെന്ന് പറയൂ, നീ ആരാണെന്ന് പറയാം. എന്തുവാടാ ഇത്? സാധാരണ സുഹൃത്തിനെ കുറിച്ചല്ലേ പറയുള്ളൂ. അതേടാ, നിന്റെ കൂട്ടുകാരനാരാന്നറിഞ്ഞാൽ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷേ നിന്റെ ശത്രു ആരാണെന്ന് അറിയാൻ കഴിഞ്ഞാലേ നിന്റെ കപ്പാസിറ്റിയെക്കുറിച്ച് അറിയാൻ കഴിയൂ. 4 ദിവസം മുമ്പ് ഇവൻ നമ്മുടെ ശത്രുവായിരുന്നു. ഇവൻ കൊന്ന ഈ രാമനാഥൻ എത്രയോ നന്മയ്ക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു. വെറുതെ ഒരു മാലയ്ക്ക് വേണ്ടി അയാളെ കൊല്ലുകയില്ല എന്ന് സംശയിച്ചതുകൊണ്ട് മാത്രമാണ് അന്നവരെ പിടിക്കാൻ അത്ര സാഹസം കാണിച്ചത്. അവിടുന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻ കൊണ്ടാണ് ഈ പെരുമാൾ സ്വാമിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ആ കൊലപാതകയെ നമ്മൾ എത്ര തവണ ജയിലിലിട്ടാലും വളരെ നിസ്സാരമായി ഇവൻ ജയിലിൽ നിന്നിറക്കും. ആ ജോലി ഏൽപ്പിച്ചത് ഇവനാണ്, ആ രാമനാഥൻ. അയാൾ സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്തിട്ട് എന്തിനാണ് അയാളെ കൊന്നു കളഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ അക്യൂസ്ഡ് ഇന്ന് ഹോം മിനിസ്റ്ററോടൊപ്പം നമ്മുടെ അക്കാഡമിയിൽ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. പെരുമാൾ സ്വാമിയും ഹോം മിനിസ്റ്ററും ചേർന്ന് സിറ്റിക്ക് ഔട്ടുള്ള ഒരു ഏരിയ ആക്രമിച്ച് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലം വിട്ടുകൊടുക്കാതെ ജനസേവനത്തിനായി പോരാടിയ മനുഷ്യനാണ് ഈ രാമനാഥൻ. ആ ഏരിയ പോലീസുകാരും ചെയിൻ പറിച്ചവനെ പിടിച്ചിട്ട് കേസ് ഒത്തുതീർപ്പാക്കി ഫയലും ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ പറയണം, നമ്മുടെ ശത്രു ഇവനാണോ അതോ ഇവനാണോ? നീ പറയുന്ന വെച്ച് എടുത്തിയാടാതെ. ഇതാ നമ്മൾ പിടിച്ചുകൊടുത്ത 32 ക്രൈം കേസ് ഉൾപ്പെടെ ഞാൻ സംശയിച്ച് കണ്ടുപിടിച്ച 500 കുറ്റകൃത്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇതിലിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെ പുറകിലും ആ ചെയിൻ മോഷണക്കാരനെ പോലെ പലതരത്തിലുള്ള അന്യായങ്ങളും നടന്നിട്ടുണ്ട്. ഇതോ അന്ന് 4 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മളവരെ രക്ഷപ്പെടുത്തിയില്ലേ? അത് പണത്തിനു വേണ്ടിയല്ല അവരെ കടത്തിയത്, ഇതിനു വേണ്ടിയാണ്. കഴിഞ്ഞ മാസം 18 കുട്ടികൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഇൻക്യുബേറ്ററിൽ ഷോർട്ട് സർക്യൂട്ടിൽ ശ്വാസം മുട്ടി മരിച്ചു എന്നൊരു വാർത്ത വന്നില്ലേ? ആ കുട്ടി അങ്ങനെയല്ല മരിച്ചത്. ഈ കുട്ടികളൊക്കെ ജന്മനാ പ്രമേഹ രോഗമുള്ളവരായിരുന്നു. ദിവസവും കൊടുക്കുന്ന തുള്ളിമരുന്നായിരുന്നു കൊടുത്തത്. എന്നാൽ മരുന്ന് കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ മാനേജ്മെന്റിനോട് പറഞ്ഞു. അതിനവര് പറഞ്ഞത് എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇത് പുറത്തിറങ്ങിയ ഹോസ്പിറ്റലിലായിരിക്കും നാണക്കേടെന്നാണ്. ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. പുതിയതായിട്ട് കണ്ടുപിടിച്ച ഏതൊരു തെറ്റായ മരുന്ന് അവരുടെ മേൽ പരീക്ഷിച്ച് നീചമായി കൊന്നുകളഞ്ഞു. എങ്ങനെയെങ്കിലും ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നോർത്ത് ഒരിടത്ത് ഹോം മിനിസ്ട്രി, ഇനിയൊരിടത്ത് ഫോറിൻ മെഡിക്കൽ കമ്പനി എന്നും പറഞ്ഞ് പല തെറ്റുകളും പുറത്തറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ തിരിച്ചുവിട്ടു. ഇത് നേരായ വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്യാനിരുന്ന ആളാണ് രാമനാഥൻ. അദ്ദേഹമെല്ലാം തുറന്നു പറയുന്നതിന് മുമ്പായി ആ കുട്ടികളെയും അവിടുന്ന് കടത്തി. ഇങ്ങനെ ചെയ്യുമ്പോൾ സംശയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കുട്ടികളോടൊപ്പം 3 പാവപ്പെട്ട കുട്ടികളെയും കടത്തി. ഇത്തരത്തിൽ മെഡിക്കൽ മാഫിയ നടത്തുന്നവനാണ് ഈ അശോക് കുമാർ. നമ്മൾ കണ്ടുപിടിക്കുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ, മോഷണങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം തന്നെയുണ്ട്. എടാ, ഇങ്ങനെ എല്ലാ ചെറിയ തെറ്റുകളുടെയും പിന്നിൽ വലിയൊരു തെറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എല്ലാ ചെറിയ തെറ്റുകളുടെയും പുറകിൽ വലിയ തെറ്റുകൾ ഉണ്ടെന്നല്ലടാ പറയുന്നത്. എന്നാൽ എല്ലാ വലിയ തെറ്റുകൾക്ക് മുൻപിലും നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ തെറ്റുകൾ കൊണ്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ അന്യായങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല, എന്റെ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. നമ്മളെല്ലാവരും എങ്ങനെയാ വാർത്തകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും. അതിനെക്കുറിച്ച് ഞാനെന്തോ മറിച്ച് ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് ഒരു ദിവസം ഒരേ ന്യൂസ് പേപ്പറിൽ 2ാമത്തെ പേജിലെ വാർത്തയും 6ാമത്തെ പേജിലെയും വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2ാമത്തെ പേജിൽ ലോറി സ്ട്രൈക്ക് എന്ന് എഴുതിയിരിക്കുമ്പോൾ 6ാമത്തെ പേജിൽ സബോളയുടെ വില കൂടുകയെന്ന് എഴുതിയിരിക്കുന്നു. ഒരിടത്ത് സ്വർണത്തിന്റെ വില കുതിച്ചു കയറിയെന്നും ഇനിയൊരിടത്ത് അക്ഷയ തൃതീയ 2 ദിവസത്തേക്ക് നീട്ടിയെന്നും എഴുതിയിരിക്കുന്നു. ഒരിടത്ത് പാർട്ടിക്ക് സംഭാവന ചെയ്ത മറുവശത്ത് അവർക്ക് വേണ്ടി അവരെ റിലീസ് ചെയ്തെന്നും കാണാം. ഇതെന്താണെന്നറിയാനുള്ള ആവേശം എനിക്ക് വീണ്ടും കൂടി വന്നു. തൊഴിലവസരങ്ങൾക്കുള്ള പേജ് പോലും നമ്മൾ നോക്കാറില്ല. ആ വശം വിട്ടിട്ടാണല്ലോ നമ്മൾ പരസ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അങ്ങനെ ചില വ്യാപാരികൾ കൊടുക്കുന്ന പരസ്യം കണ്ട് അതും നമ്മൾ ലോകമാണെന്ന് കരുതാറുണ്ടല്ലോ. ഈ വെള്ളം തന്നെ കുടിക്കണം, ഈ പഠിത്തം തന്നെ പഠിക്കണം, ഈ കാശിന് ഈ മരുന്നൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ഏതോ ഒരു വ്യാപാരിയാണോ തീരുമാനിക്കേണ്ടത്? പോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നിനക്കെന്താണ് ഇതിൽ പ്രശ്നം? നീ എന്തിനാ ഇടപെടുന്നത്? നിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാ, എനിക്കൊരു മാറ്റം ഉണ്ടാവണമെന്ന്. എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ എനിക്ക് പോലീസ് എന്ന ആയുധം ആവശ്യമായി തോന്നി. ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരനായിരിക്കാം, പക്ഷേ ആ രാഷ്ട്രീയക്കാരൻ്റെ തലയിലെടുത്ത് തീരുമാനിക്കുന്നത് വ്യാപാരികൾ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന 500 ക്രൈംസും അങ്ങനെ കുറ്റം ചെയ്തവർ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ കാരണം വെറും 15 പേരാണ്. ഈ ക്രൈംസൊക്കെ നേരിട്ട് ചെയ്ത ആ 500 പേരെ പിടിക്കാൻ 5000 പോലീസുകാരുമുണ്ട്. പക്ഷേ ഈ 15 പേരെ പിടിക്കാൻ ഒരുത്തം പോലുമില്ല. എൻ്റെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ഈ 15 പേരിൽ അധികം കുറ്റം ആരാണോ ചെയ്യുന്നത് അവനെ ആദ്യം തീർക്കണം. ഏതവൻ ഒരാളെ നശിപ്പിച്ച 100 പേര് നശിക്കുന്നുവോ
അവനെ ആദ്യം തീർക്കണം. അവനെയാണ് ഞാൻ എൻ്റെ ശത്രുവായി കാണുന്നത്. എൻ്റെ മനസ്സിലുള്ള എല്ലാ പകയും അവനോട് കാണിച്ച് അവനെ രസിച്ച് രുചിച്ച് തീർക്കും ഞാൻ. ഇനി 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ പോസ്റ്റിംഗ് വരും. അതിനുള്ളിൽ ഞാൻ എൻ്റെ ശത്രുവിനെ തീരുമാനിച്ചിരിക്കും. പക്ഷെ അവനെ എങ്ങനെയാടാ സെലക്ട് ചെയ്യാൻ പോകുന്നേ? ഞാൻ പറഞ്ഞ 15 പേര് ഇവരൊക്കെയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് സൂക്ഷിച്ച് തെറ്റുകൾ ചെയ്താൽ രക്ഷപ്പെടാമെന്നൊരു ധാരണയുണ്ടാക്കി. അതിൽ ഈ 3 പേർ 9 രീതിയിലുള്ള കുറ്റങ്ങൾക്കും കാരണക്കാരാണ്. അശോക് കുമാർ ഫാർമ, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, ബിസിനസ്സും ചെയ്യുന്നതിൽ ഇവനാണ് മുന്നിൽ. നാട്ടിലുള്ള ഓരോ ഡോക്ടേഴ്സും എന്തു മരുന്നെഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഇവനാണ്. ഇവൻ പലർക്കും മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് 100 കണക്കിന് ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു. ഇവനാണ് ചാർലി. ഇവന്റെ സ്പെഷ്യാലിറ്റി ഖനനമാണ്. കരിമണൽ, ആറ്റുമണൽ കടത്ത്, ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഗ്രാനൈറ്റ് കടത്തിലും ഇവൻ നമ്പർ 1 ആണ്. ഗവൺമെന്റിന് പോകേണ്ട കോടിക്കണക്കിന് രൂപ ഇവന്റെ പോക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരുമാൾ സ്വാമി, ഞാൻ ആദ്യം പറഞ്ഞ 15 ക്രിമിനൽസിനും ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നത്, ഭൂമി കച്ചവടത്തിൽ ആൾക്കാരെ പറ്റിക്കുന്നതും കൊല്ലുന്നതും എല്ലാം ഇവനാണ്. ഇവൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ 3 പേരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് തൊടാൻ പറ്റാത്തടത്ത് ഇരിക്കുന്നുണ്ടോ, അവന്റെ നാശവും കാണിച്ചു കൊടുത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ കടിഞ്ഞാണിടാൻ പോവാ. ചാർലിയുടെ ഗ്രാനൈറ്റ് ക്വാറിയിൽ നടക്കുന്ന ഇൻസ്പെക്ഷൻസ് എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ധനകാര്യമന്ത്രി നേരിട്ട് കാണാൻ പോവാ. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ. എടാ എന്തൊക്കെയാടാ ഇത്? നീ ബ്രില്യൻ്റ് ആടാ. എടാ, പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം എല്ലാവരും പല ദിക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ലൈഫിൽ എന്താവശ്യം വന്നാലും ജസ്റ്റ് ഒരു ഫോൺ കോൾ, ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി സെക്കൻഡിനുള്ളിലെത്തും.